ഇതിന്റെ പ്രിയപ്പെട്ട മുഅ്മിനീങ്ങൾ, മുഅ്മിനാത്തുകൾ, ആലിമീങ്ങൾ, മുതഅല്ലിമീങ്ങൾ, കുട്ടികൾ, ഒരുപാട് ആളുകളുണ്ട്. അള്ളാഹു നമ്മുടെ ഈ ഒരുമിക്കൽ നമ്മൾ സ്വീകരിക്കുമാറാവട്ടെ. അർഹമായ പ്രതിഫലം അള്ളാഹു നൽകി അനുഗ്രഹിക്കട്ടെ. ജീവിതത്തിൽ നമ്മളിൽ നിന്ന് വന്നുപോയ സകല തെറ്റുകുറ്റങ്ങളും അള്ളാഹു അവൻ്റെ മഹദ് ഫദൽ കൊണ്ട് നമ്മൾക്കെല്ലാവർക്കും പുറത്തു നൽകി അനുഗ്രഹിക്കട്ടെ. ശിഷ്ടജീവിതം, പാപമുക്തമായൊരു ജീവിതം നയിക്കാനുള്ള ഭാഗ്യം അള്ളാഹു നമ്മൾക്കെല്ലാവർക്കും നൽകി അനുഗ്രഹിക്കട്ടെ. ജീവിക്കുന്ന കാലം അത്രയും ആഫിയത്തോടുകൂടെ, ആരോഗ്യത്തോടുകൂടെ, ഇസ്സത്തോടുകൂടെ ജീവിച്ച് മരിക്കുന്ന സമയത്ത് ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന കലിമ ഉറക്കെ ഉച്ചരിച്ച് മരിക്കാൻ ഭാഗ്യം ലഭിക്കുന്ന മുത്തു മുഅ്മിനീങ്ങളിൽ അള്ളാഹു നമ്മൾ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കട്ടെ. അവസാനം നമ്മെ, നമ്മുടെ പ്രിയപ്പെട്ട മാതാപിതാക്കൾ, ഉസ്താദുമാർ, നമ്മുടെ സഹോദരിമാർ, സഹോദരന്മാർ, ഭാര്യ, സന്താനങ്ങൾ എല്ലാവരെയും സ്നേഹിച്ച, സഹായിച്ച, ഭക്ഷണം തന്ന എല്ലാവരെയും ഹബീബായ മുത്തുനബിതങ്ങളോടുകൂടെ, മഹാന്മാരോടുകൂടെ, മശായിഖന്മാരോടുകൂടെ അള്ളാഹുവിന്റെ സുഖലോക സ്വർഗത്തിൽ ഒരുമിക്കാൻ അള്ളാഹു നമ്മൾക്ക് എല്ലാവർക്കും ഭാഗ്യം നൽകി അനുഗ്രഹിക്കട്ടെ. ബിറഹ്മതിക യാ അർഹമർ റഹീമീൻ. അൽഹംദുലില്ലാഹ്, ഈ ഒരു മുബാറക്കായ അനുസ്മരണ സദസ്സ്, ഖാജാ തങ്ങളുടെ അനുസ്മരണത്തിന്റെ ആണ്ട് ദിനത്തിലാണ് നമ്മളുള്ളത്. ഖാജാ തങ്ങളെ കുറിച്ച് ഒരു മുസൽമാനെ സംബന്ധിച്ചിടത്തോളം, ഇന്ത്യയിൽ എന്നല്ല ലോകത്തുള്ള ഒരു മുസൽമാനെ സംബന്ധിച്ചിടത്തോളം ഒരു പരിചയപ്പെടുത്തലിന്റെയോ ഒരു വർണ്ണനയുടെയോ ആവശ്യമില്ല എന്നുള്ളതാണ്. അവിടുത്തെ ഉപ്പാപ്പ അല്ലാഹുവിന്റെ ഹബീബായ മുത്തനബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഇന്ത്യ എന്ന മഹത്തായ ആ പ്രദേശത്തേക്ക്, ഇന്ത്യൻ ഉപഭൂഖണ്ഡത്തിലേക്ക് ഇന്ത്യയുടെ സുൽത്താനാണ് താങ്കൾ എന്ന് പറഞ്ഞയച്ച് അള്ളാഹുവിന്റെ ഹബീബായ ത്വഹ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞയച്ചതാണ്. ഇന്നും അവിടുന്ന് അബൗദ്ധികമായി ഇന്ത്യയുടെ സുൽത്താനായി വിരാജിച്ചു കൊണ്ടിരിക്കുന്നു എന്നുള്ളതാണ്. അതിന്റെ ഉത്തമമായ ഉദാഹരണമാണ് ലോകത്തുള്ള ഏത് ഭരണാധികാരി വന്നാലും ഖാജാ തങ്ങളെ സന്ദർശിക്കാതിരിക്കാറില്ല എന്നുള്ളതാണ്. നമ്മൾക്കറിയാലോ, ഇന്ത്യ ഭരിക്കുന്ന നമ്മുടെ പ്രൈം മിനിസ്റ്റർ മോഡി പോലും എല്ലാ വർഷവും ചാദർ കൊടുക്കാൻ വേണ്ടി അജ്മീർ ഖാജ തങ്ങളുടെ ചാരത്തേക്ക് വരാറുണ്ട് എന്നുള്ളതാണ്. ഇന്നും മഹാനായ ഖാജ പാപ്പ ഇന്ത്യയെ ഭരിച്ചുകൊണ്ടിരിക്കുകയാണ്. അത് തന്നെയാണ് അള്ളാഹുവിന്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞത്. അവിടുത്തെ ഇന്ത്യയുടെ സുൽത്താനാണ്, നമ്മുടെയൊക്കെ സുൽത്താനാണ്. ഒരുപാട് മഹത്വമുള്ള, ഒരുപാട് മഹാത്മ്യമുള്ള, ഏറ്റവും വലിയ മഹത്വം എന്ന് പറഞ്ഞാൽ അള്ളാഹുവിന്റെ വലിയാണ്, സയ്യിദാണ്. അതിലപ്പുറം അള്ളാഹു ഇഷ്ടപ്പെട്ട ഒരു പണി മഹാനായ ഖാജ പാപ്പ എടുക്കും എന്നുള്ളതാണ്. നമ്മൾ പറഞ്ഞല്ലോ, എന്താണ്? ആശ്രിതർക്ക്, അല്ലെ, ഒന്നുമില്ലാത്തവർക്ക് അത്താണിയാണ് ഖാജ തങ്ങൾ പാപ്പ എന്നുള്ളതാണ്. ഇന്നും നിങ്ങൾ അജ്മീർ സന്ദർശിച്ചാൽ ഒരുപാട് ഫക്കീറന്മാരായ ആളുകൾ അവിടുത്തെ ആശ്രയിച്ചുകൊണ്ട് ഒരു ഭക്ഷണം കിട്ടുന്നവർക്ക് ഉറപ്പൊന്നുമില്ല, പക്ഷേ അവരൊക്കെ ഖാജയുടെ തണലിനായി ഇന്നും ജീവിച്ചു കൊണ്ടിരിക്കുകയാണ്. എന്താണ് ഇവർക്കൊക്കെ ഈ ഒരു പദവി ലഭിക്കാനുള്ള കാരണം? മഹാനായ ഖാജ പാപ്പ തങ്ങൾ, അതുപോലെ തന്നെ റിഫായി ശൈഖ് തങ്ങൾ, മുഹീദ്ദീൻ ശൈഖ് തങ്ങൾ, മമ്പുറം തങ്ങൾ, ഒരുപാട് മഹാന്മാരായ വലിയങ്ങളുണ്ട്. ഈ അള്ളാഹുവിന്റെ ഔലിയാക്കളായ ആളുകൾ, സാദാത്യങ്ങളായ ആളുകൾ നമ്മുടെ അടുത്ത് വീരാനൗലിയ പാപ്പയൊക്കെ ഉണ്ട്. അവരൊക്കെ അള്ളാഹുവിനെ അടുത്തറിഞ്ഞ് മനസ്സിലാക്കിയ ആളുകളാണ്. അവരൊക്കെ ശരീഅത്തിലൂടെ, ത്വരീഖിലൂടെ ഹഖീഖത്തിലേക്ക്, അള്ളാഹുവിന്റെ മഅരിഫത്ത് മനസ്സിലാക്കി ഹൃദയത്തിലേക്ക് അള്ളാഹുവിന്റെ തജല്ലിയായ നൂറ് അവർ ഹൃദയത്തിലേക്ക് കടത്തി എന്നുള്ളതാണ്. നമ്മൾക്കതിന് സാധ്യമാകാതിരിക്കുന്നില്ല. എന്റെ പ്രിയപ്പെട്ട ചെറിയാക്ക പറഞ്ഞ, നമ്മൾ ദീർഘമായ ഒരു യാത്രയിലാണ്, നമ്മൾ വലിയൊരു യാത്രയിലാണ്. നമ്മൾ എവിടുന്ന് വന്നു, ആ യാത്ര നമ്മൾ മനസ്സിലാക്കുന്നുണ്ടെങ്കിൽ നമ്മുടെ ജീവിതം തുടങ്ങുന്നത് ഉമ്മ നമ്മെ പ്രസവിച്ച് ഭൂമിയിലേക്ക് ഇട്ടത് മുതലെയാണ് നമ്മുടെ ജീവിതം എന്നുള്ളെങ്കിൽ ആ ധാരണ ബൗദ്ധ്യമാണ്. നമ്മളെ അല്ലാഹു സുബ്ഹാനഹു വ തആല അവന്റെ ആലമുൽ അർവാഹിൽ നമ്മളെ പടച്ച് കുറേ കാലം അവിടെ ജീവിച്ചു, ഒരുപാട് കാലം അവിടെയാണ്. പിന്നെ അള്ളാഹു നമ്മൾക്ക് നിശ്ചയിച്ചു, അവിടുത്തെ നിന്റെ ജീവിതം മതിയാക്കി നീ നിന്റെ ഉപ്പയുടെയും ഉമ്മയുടെയും ഉദരത്തിലേക്ക്, മുതുകിലേക്ക് ചെന്ന് അവരുടെ സംഗമത്തിലൂടെ നമ്മൾ ഉമ്മയുടെ ഉദരത്തിൽ ഒരുപാട് കാലം, 10 മാസത്തോളം, അല്ലേ? ആ 10 മാസം ഉമ്മയുടെ ഉദരത്തിൽ ജീവിച്ചുകൊണ്ട് നമ്മള് ഈ ഭൗതികമായ ഭൂമി ലോകത്തേക്ക് നമ്മൾ വന്നു. ഇവിടെ അള്ളാഹു നമ്മൾക്ക് കണക്കാക്കിയതായ ഒരു ജീവിതമുണ്ട്. ആ ജീവിതം നമ്മൾ നന്നാക്കണം. ആ ജീവിതം നന്നാക്കിയാൽ മാത്രമാണ് ഇനി വരാൻ
വരാനിരിക്കുന്ന ഒരുപാട് ജീവിതങ്ങളുണ്ട്. ഖബറെന്ന ജീവിതമുണ്ട്, ആഖിറത്തിന്റെ തുടക്കത്തിലുള്ള ഖബറെന്ന ജീവിതമുണ്ട്. ആ ജീവിതം മനോഹരമാക്കണമെങ്കിൽ അതിന് മുമ്പുള്ള ദുനിയാവെന്ന ജീവിതം നമ്മൾ മനോഹരമാക്കണം. അതിനുശേഷം ആഖിറമുണ്ട്, അവസാനത്തേക്ക് ഒരു ജീവിതത്തിലേക്ക് നമ്മൾ കിടക്കുന്നുണ്ട്. ആ ജീവിതം നമ്മൾ ആ ഒരു ജീവിതത്തിലേക്കാണ് നമ്മുടെ എല്ലാവരുടെയും യാത്ര. അല്ലേ? എവിടുന്ന് വന്നു നാം, എവിടേക്ക് പോകുന്നു നാം എന്ന് ചിന്തിക്കുമ്പോ ഇലാഹായ റബ്ബിൽ നിന്ന് സഞ്ചരിച്ച് വന്നുകൊണ്ട് ഇലാഹായ റബ്ബിലേക്ക് തന്നെ നമ്മൾ ഒരു തവാഫ് ചെയ്ത് ഇങ്ങനെ പോകണം. റബ്ബിലേക്ക് പോകണം. നമുക്ക് ഏറ്റവും സന്തോഷം ലഭിക്കുന്ന ഒരു സന്ദർഭമാണ്. നമ്മളെ പടച്ചു പരിപാലിച്ച് നമ്മൾക്ക് ഭക്ഷണം തന്ന, വായു തന്ന ഈ ഭൗതിക ലോകത്ത് ചുറ്റുപാടിൽ ജീവിക്കാനുള്ള സകലമായ സൗകര്യങ്ങളും നമ്മൾക്ക് ഏർപ്പെടുത്തി തന്ന അല്ലാഹുവിന്റെ ആ സുന്ദര കാണുമ്പോ നമ്മൾ സ്വർഗത്തെ കുറിച്ച് പറയാറുണ്ട്. അവിടെ തേനിന്റെ ആറുണ്ട്, കള്ളിന്റെ ആറുണ്ട്, തരുണീമണികളായ ഹൂർണീങ്ങളുണ്ട്, എല്ലാം ഉണ്ട്. അതൊക്കെ നിങ്ങൾക്ക് ഉണ്ട്, ബോണസ് ആണ് അത് നമ്മൾക്ക് എല്ലാവർക്കും. ഇതിനു വേണ്ടിയല്ല നമ്മൾ അവിടേക്ക് ചെല്ലുന്നത്. നമ്മൾ ചെല്ലുന്നത് നമ്മൾ അൾട്ടിമേറ്റ് ഗോൾ എന്ന് പറഞ്ഞാൽ, നമ്മുടെ ഏറ്റവും വലിയ ലക്ഷ്യം എന്ന് പറഞ്ഞാൽ അത് അല്ലാഹുവിന്റെ ലിഖാ ആണ്. ആ ലിഖാ കണ്ട ഒരുത്തന് ഈ ആറ് വേണ്ട, ഊർലീന് വേണ്ട, കല്ല് വേണ്ട, ഒന്നും വേണ്ട, തേനും വേണ്ട. റബ്ബിന്റെ ആ ഒരു സുന്ദരമായ, ആ സൗകുമാര്യമായ ആ ഒരു ലിഖാ കണ്ടാൽ തന്നെ അവനതിൽ ആകൃഷ്ടനായി അവർക്ക് മറ്റൊന്നും വേണ്ടാത്തൊരവസ്ഥയിലേക്ക് നമ്മൾ പോകും. ഈ ഭൂമി ലോകത്ത് ഞാൻ പറഞ്ഞല്ലോ, ഈ ഭൂമി ലോകത്ത് നമ്മുടെ ജീവിതം നന്നാക്കുമ്പോഴാണ് പരസ്പരം സ്നേഹത്തോടുകൂടെ, പരസ്പരം സൗഹാർദ്ദത്തോടുകൂടെ, പരസ്പരം സഹവർത്തിത്വത്തോടുകൂടെ നമ്മൾ ജീവിക്കുമ്പോഴാണ് നമ്മൾക്ക് മറ്റൊരു ജീവിതത്തിലേക്ക് നമ്മൾ കടക്കുമ്പോ അവിടെ നമ്മൾക്ക് വിജയിക്കാൻ സാധ്യമാവുക. അതിന് നമ്മൾ എന്ത് ചെയ്യണം? നമ്മുടെ ഈമാൻ നമ്മൾ വർദ്ധിപ്പിക്കാൻ നമ്മൾ ശ്രമിക്കണം. ഈമാൻ വർദ്ധിപ്പിക്കണമെങ്കിൽ പരസ്പരം നമ്മൾ ഇഷ്ടപ്പെടണം. അല്ലാഹുവിന്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്നുണ്ട്, നിങ്ങൾ പരസ്പരം ഇഷ്ടപ്പെടാൻ നിങ്ങൾക്ക് ഞാൻ ഒരു കാര്യം പറഞ്ഞു തരാം. അല്ലാഹുവിന്റെ ഹബീബ് പറഞ്ഞു, ആ കാര്യം നിങ്ങൾ ജീവിതത്തിൽ പുലർത്തുകയാണെങ്കിൽ നിങ്ങൾ പരസ്പരം ഇഷ്ടപ്പെടും, നിങ്ങളുടെ ഈമാൻ വർദ്ധിക്കുമെന്നുള്ളതാണ്. എന്നിട്ട് മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞൊരു കാര്യമുണ്ട്, അഫ്ശുസ്സലാമ ബൈനക്കും, നിങ്ങളുടെ ഇടയിൽ നിങ്ങൾ പരസ്പരം സലാമിനെ വർദ്ധിപ്പിക്കുക എന്നുള്ളതാണ്. ഇന്ന് ഇവിടെ പരസ്പരം കണ്ടാ സലാമില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പേര് കേട്ടാൽ പോലും സലാത്ത് ചൊല്ലാൻ ചൊല്ലുല്ലാരും. സല്ലല്ലാഹു അലൈഹി വസല്ലം. ഞാൻ അങ്ങനെ ശ്രദ്ധിക്കുന്നു, നമ്മുടെ ചിന്താഗതികളൊക്കെ മാറിപ്പോയി എന്നുള്ളതാണ്. നമ്മുടെ മാനുഷികമായ, നമ്മൾ അള്ളാഹുവിലേക്ക് അടുക്കാനുള്ള ഒരു പക്ഷേ നിങ്ങൾക്കൊക്കെ അരോചകമുണ്ടാകാം പറയുന്നതിൽ, പക്ഷേ അള്ളാഹുവിന്റെ ദീനിന്റെ ഹാദിം എന്നുള്ള നിലയ്ക്ക് നമ്മൾക്ക് പറയാനൊരു അരാജകത്വവും ഇല്ല എന്നുള്ളതാണ്. ഉത്തരവാദിത്തമാണ്, അത് പറയാതിരിക്കാൻ കഴിയില്ല. നമ്മൾ പണ്ടൊക്കെ ഉസ്താദ് മിമ്പറുമെന്ന് നമ്മൾ ചൊല്ലുമ്പോൾ നമ്മളൊക്കെ ചൊല്ലും അല്ലേ, ഖുതുബയുടെ ഇടയ്ക്ക് ഉസ്താദ് പറയുമ്പോൾ നമ്മൾ ഇന്ന് ആരാ ചെല്ലാറുള്ളത്? അതുപോലെ സലാം പറയാൻ ആരുള്ളത്? ദീനിന്റെ ഷിആറുകളോടൊക്കെ നമുക്കൊരു വിമുഖത വന്നു എന്നുള്ളതാണ്. മറ്റൊന്ന്, നമ്മുടെ ജീവിതത്തിൽ ഹറാമിന്റെ ആധിക്യം വർദ്ധിച്ചു എന്നുള്ളതാണ്. നമ്മൾക്കൊക്കെ സങ്കടമുണ്ട്, ദീർഘമായി പറയല്ല, പക്ഷേ ഒരു സന്ദർഭത്തിൽ പറയാ എന്നുള്ളത് ഉചിതമാണ് എന്ന് തോന്നുകൊണ്ട് പറയാണ്. നമ്മുടെ ജീവിതത്തിലും ഭക്ഷണത്തിലും സമ്പാദ്യത്തിലും ഹറാമ് വന്നതുകൊണ്ടാണ് നമ്മുടെ ജീവിതം അല്ലാഹ് പൊരുത്തപ്പെട്ടതല്ലാത്തൊരു രൂപത്തിലേക്ക് പോകുന്നു എന്നുള്ളതാണ്. നമ്മുടെ സമ്പാദ്യം ഹലാലായാൽ നമ്മുടെ ജീവിതം അല്ലാഹു പൊരുത്തപ്പെട്ട രൂപത്തിലാകും. അല്ലാഹു നമ്മൾക്ക് അനുഗ്രഹിക്കുമാറാവട്ടെ. ഒരു ചരിത്രം ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരാം. ഒരു വേള അല്ലാഹുവിന്റെ ഹബീബായ മുത്തനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ സന്തത സഹചാരികളാണ് അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു. അവിടുത്തെ വലിയ കൂട്ടുകാരനാണ് ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു. അല്ലേ? ഇവര് വലിയ കൂട്ടുകാരാ, അള്ളാഹിന്റെ ഹബീബിന്റെ സന്തത സഹചാരികളാണ്, വലിയ കൂട്ടുകാരാ. നമ്മളൊരു കാര്യം നേക്കണോ, നമ്മുടെ ഈമാൻ വർദ്ധിക്കണമെങ്കിൽ എനിക്കിഷ്ടപ്പെടുന്നത് ഞാൻ എന്റെ സഹോദരൻ ഇഷ്ടപ്പെടണം. ഇല്ലേ? ഇപ്പൊ എനിക്കൊരു 10 സെന്റ് സ്ഥലം ഉണ്ടെങ്കിൽ എന്റെ അയൽവക്കക്കാരൻ ഉണ്ടായിക്കോട്ടെ 10 സെന്റ്, ഓർക്ക് 10 സെന്റ് ഉണ്ടാകുന്ന നമ്മളെ തനിക്കാൻ ഉണ്ടാകുന്നില്ലല്ലോ. ഇല്ലല്ലോ? ഉണ്ടോ? നമ്മൾക്കൊരു വണ്ടി ഉണ്ടാകും, ഞാൻ ആഗ്രഹിക്കണം, അല്ലാഹു എനിക്കൊരു വണ്ടി തന്നു, നീ എന്റെ അയൽവാസിക്ക്, എന്റെ സുഹൃത്തിന്, എന്റെ സഹോദരന്, എന്റെ കൂട്ടുകാരന് ഒരു വണ്ടി നീ കൊടുക്കണം എന്ന് നമ്മൾക്ക് സന്തോഷിക്കണം. ആ ഒരു സന്തോഷം നമ്മൾക്കില്ലെങ്കിൽ നമ്മുടെ ഈമാന്റെ പൂർണ്ണതയില്ല എന്നുള്ളതാണ്. നിങ്ങൾ ചിന്തിക്കൂ, ഹബീബായ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ കൂട്ടുകാരാണ് സിദ്ദീഖുൽ അക്ബർ തങ്ങളും ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു തങ്ങളും. ഒരു വേള സിദ്ദീഖ് തങ്ങളും ഉമർ ഇബ്നുൽ ഖത്താബ് തങ്ങളും കാണുമ്പോ സിദ്ദീഖ് തങ്ങൾ അങ്ങോട്ട് സലാം പറയും, എപ്പോഴും അങ്ങോട്ട് സലാം പറയും. ഒരു വേള സിദ്ദീഖ് തങ്ങളും ഉമർ ഇബ്നുൽ ഖത്താബ് തങ്ങളും കണ്ടപ്പോ സിദ്ദീഖ് തങ്ങൾ അങ്ങോട്ട് സലാം പറഞ്ഞില്ല.
ഇത് കണ്ടപ്പോൾ ഉമർ ബിൻ ഖത്താബ് തങ്ങൾക്ക് വലിയ വിഷമായി. എന്താ സിദ്ദീഖ് എന്നോട് സലാം പറഞ്ഞില്ലല്ലോ, എന്നും സിദ്ദീഖ് എന്നോട് സലാം പറയുന്നതാണ്. ഈ വിഷമം സിദ്ദീഖ് ഉമർ ബിൻ ഖത്താബ് തങ്ങള് അള്ളാഹുവിന്റെ ഹബീബിന്റെ ചാരത്ത് പോയി പറഞ്ഞു, അള്ളാഹുവിന്റെ റസൂലെ, സിദ്ദീഖ് എന്നെ കാണുമ്പോൾ എപ്പോഴും സലാം പറയാറുണ്ട്, പക്ഷേ ഇന്നലെ എന്നെ കണ്ടപ്പോ സലാം പറഞ്ഞില്ല, അതെനിക്ക് വല്ലാത്ത വിഷമമായി നബിയെ എന്ന് പറഞ്ഞപ്പോ സിദ്ദീഖ് തങ്ങളോട് നബി തങ്ങൾ ചോദിക്കാണ്, സിദ്ദീഖേ, നിങ്ങൾ സലാം പറയുന്നത്? ഉമറിനോട് നിങ്ങൾ എപ്പോഴും സലാം പറയുന്നതല്ലേ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞപ്പോ സിദ്ദീഖ് അക്ബർ പറഞ്ഞു, അള്ളാഹുവിന്റെ റസൂലേ, സലാം കൊണ്ട് തുടങ്ങുന്ന ആൾക്ക് അള്ളാഹുവിന്റെ അടുത്ത് വലിയ രമ്യഹർമ്മമുണ്ടെന്ന് പറഞ്ഞപ്പോ ഞാൻ കൊതിച്ചുപോയി. എന്റെ സഹോദരൻ, എന്റെ കൂട്ടുകാരൻ, എന്റെ ഒപ്പം നടക്കുന്ന ഉമർ ബിൻ ഖത്താബിന് അത് കിട്ടാൻ, അത് ഉമറിന് ലഭിക്കാൻ, ഉമർ എന്നോട് സലാം പറയുമ്പോൾ അത് ഉമറിനും ലഭിക്കുമല്ല നബിയേ, അത് ഉമറിന് ലഭിക്കണം എന്ന് ഞാൻ ആഗ്രഹിച്ചു പോയി നബിയേ. ഇതാണ് നമ്മുടെ ജീവിതത്തിൽ വേണ്ടത്. നമ്മൾ ഞമ്മക്ക് ഉണ്ടാകണേ മറ്റുള്ളവർക്ക് ഉണ്ടാകാൻ കൊതിക്കണം. അള്ളാഹു തൗഫീഖ് നൽകട്ടെ. ഇതാണ് ഖാജാ മുഈനുദ്ദീൻ തങ്ങളുടെ ജീവിതം. ഇതാണ് അവിടുത്തെ പാഠം. ഓരോ നീർച്ചകളും അനുസ്മരണങ്ങളും നമ്മുടെ ജീവിതത്തിലേക്ക് ഒരു പാഠം ഉണ്ടാകണം, ഒരു തഅ്സീർ ഉണ്ടാകണം. ആ അസർ ഉണ്ടെങ്കിൽ നമ്മുടെ ജീവിതം വിജയിക്കും. അള്ളാഹു തൗഫീഖ് നൽകി അനുഗ്രഹിക്കട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. അസ്സലാമു അലൈക്കും.